കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഓക്കെ. ആദ്യം യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് ആണ് കേട്ടോ. അപ്പം യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ അത് ആദ്യം കൊണ്ടുവന്ന വെച്ചാൽ CDC എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അവര് എന്താണ് സ്റ്റാൻഡേർഡ് സെറ്റ് ഒരു ഗൈഡ് ലൈൻസ് ഒരു HIV ഒരു ഔട്ട്ബ്രേക്കിന്റെ സമയത്ത് ഉണ്ടാക്കിയ ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് aimed at preventing the transmission of blood-borne pathogens from exposure to blood and other potentially infective materials. ഈ other potentially infective materials ആണ് താഴെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതെന്ന് പറയുമ്പോൾ semen, vaginal secretions, CSF, synovial fluid, pleural fluid, pericardial fluid, peritoneal fluid, amniotic fluid, saliva, പിന്നെ അൺഫിക്സ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ, പിന്നെ എന്തെങ്കിലും നമ്മളിപ്പോ HIV നമ്മളെന്തെങ്കിലും കൾച്ചർ ഇല്ല, നമ്മളിപ്പോ HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B, C അതിന്റെ എന്തെങ്കിലും കൾച്ചർ പ്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും കൾച്ചർ പ്ലേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ള സാധനങ്ങളാണ് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ. നമ്മൾ പക്ഷേ സ്വെറ്റ്, സലൈവ, ടിയേഴ്സ്, പിന്നെ ഫീക്കസ്, യൂറിൻ അതൊന്നും പിന്നെ ഇതും സ്പ്യൂട്ടോ ഇതൊന്നും ഈ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ പെട്ടതല്ല. പക്ഷെ അതിന്റെ ഇഫ് ഇറ്റ് ഇസ് മിക്സ്ഡ് വിത്ത് ബ്ലഡ്, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് മിക്സ് ആണെങ്കിൽ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അപ്പൊ അതില് യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റ് ഇത് ഈ കുറച്ച് ഉള്ളൂ, ഒരു 8 ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പൊതുവെ നമ്മൾ സർജറിക്കൊക്കെ പോകുമ്പോൾ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ തന്നെ. അതായത് ഫുൾ മാസ്ക് ധരിക്കണം, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് സ്പെക്ടിക്കിൾസ് യൂസ് ചെയ്യാം. പിന്നെ ഗൗൺസ് എന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ട് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗൗൺസ് ആയിരിക്കണം. പിന്നെ ബൂട്ട്സ് ഇതാക്കണം, ക്ലോഗ്സ് അല്ല ബൂട്ട്സ് ആണ് വേറെ വേണ്ടത്. എന്ന് വെച്ചാൽ ഷാർപ്പ് നീഡിൽസ് അങ്ങനെ സർജറിയുടെ ഇടയിൽ താഴെ വീഴുമ്പോൾ കാലുമ്പോൾ കുത്തി കയറാണ്ടിരിക്കാൻ, അത് ഇൻഫെക്റ്റഡ് ആവാണ്ടിരിക്കാൻ. പിന്നെ ഡബിൾ ഗ്ലോവിങ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്, 2 ഗ്ലൗസ്. അതിൽ ഉള്ളിലത്തത് കുറച്ചും കൂടി വലുത്, ലാർജ് സൈസ് ഇൻസൈഡ് ഇസ് മോർ കംഫർട്ടബിൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരും അതായത് എന്താ കൺജസ്റ്റഡ് ആയിരിക്കും, അതായത് കുറെ ആൾക്കാർ ഉണ്ടാവരുതെന്ന്, ഉള്ളിൽ എസെൻഷ്യൽ പേഴ്സണൽ. പിന്നെ അൺനെസസറി മൂവ്മെന്റ് ഒഴിവാക്കണം ഇതിന്റെ ഉള്ളിൽ. പിന്നെ മറ്റേത് ഷാർപ്പ് നീഡിൽസ് ഒക്കെ നമ്മൾ കിഡ്നി ഡിഷിലൊക്കെ പാസ് ചെയ്യാൻ പാടില്ല, നല്ല ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുന്നു, കാരണം അറിയാണ്ട് പ്രിക്ക് വരാൻ ചാൻസ് കൂടുതലല്ലേ. പിന്നെ ഓപ്പറേറ്റീവ് ടെക്നിക് ആണെങ്കിലും സ്ലോ ആയിട്ട് മെറ്റിക്കുലസ് ആയിട്ടായിരിക്കും വേണ്ടത്, അതായത് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺവാണ്ടഡ് ഇഞ്ചറീസ് ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്താ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് ആയിട്ട് പറയണത്. പിന്നെ നമ്മൾ ഹാൻഡ് വാഷിങ്ങിന്റെ കാര്യമൊക്കെ പറയണത്, മറ്റേ എന്താ ഗ്ലൗസ് ഇടുന്നതിനേക്കാളും മുമ്പ് ഗ്ലൗസ് ഇടുന്നതിന് ശേഷം ഊരിന് ശേഷം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. പിന്നെ നമ്മൾ യൂസ് ചെയ്ത ഗ്ലൗസ് കൊണ്ട് സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയസിൽ തൊടരുത്, അങ്ങനെ കുറെ ഒക്കെ ഉണ്ട്. ഞാൻ മെയിനായിട്ട് ഇത് നോക്കി. ഫുൾ മാസ്ക് ഇടണം, പിന്നെ ഗൗൺസ്, ഗ്ലൗസ്, പിന്നെ ബൂട്ട്സ്, അധികം ആൾക്കാർ കൂടി നിൽക്കാൻ പാടില്ല തിയേറ്ററിന്റെ ഉള്ളിൽ, പിന്നെ അൺനെസസറി മൂവ്മെന്റ് അവിടെ. പിന്നെ ഷാർപ്പ് നീഡിൽസ് അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയർ ഉണ്ടാവണം. പിന്നെ ഓപ്പറേറ്റീവ് ടെക്നിക്ക് സ്ലോ മെറ്റിക്കുലസ് ആയിട്ടായിരിക്കണം വേണ്ടത്. ഇതാണ് മെയിൻ ആയിട്ട് എന്താ യൂണിവേഴ്സൽ പ്രിക്കോഷൻസിൽ പറയുന്നത്. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെല്ലുലൈറ്റിസ് ആണ്. സെല്ലുലൈറ്റിസ് നമ്മളെല്ലാവരും എന്താ കോമൺ ആയിട്ട് വാർഡിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ കാണുന്നതാണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നോൺ സെപ്പറേറ്റീവ് ആയിട്ടുള്ള ഇൻവേസീവ് ഇൻഫെക്ഷൻ ഓഫ് ദ ടിഷ്യൂ ആണ്. എന്ന് പറയുമ്പോൾ എന്താണ് സ്പ്രെഡിങ് ആണ്, സബ്ക്യൂട്ടിനസ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് എന്ത് സെല്ലുലൈറ്റിസ്. അത് യൂഷ്വലി ഇറ്റ് ഫോളോസ് ആൻ ഇഞ്ചറി ഏത് ആൾക്കാരിലായിരിക്കും കൂടുതൽ ഓൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസിലൊക്കെയാണ് കൂടുതൽ കാണുന്നത്. ഏത് ഓർഗാനിസം കോസ് എന്ന് വെച്ചാൽ ഈ ഇഞ്ചറിയുടെ ഭാഗത്ത് ബീറ്റ ഹിമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കായി അല്ലെങ്കിൽ സ്റ്റഫൈലോകോക്കായി അല്ലെങ്കിൽ ക്ലോസ്ട്രീഡിയം പെർഫറൻഷ്യൻസ് ഒക്കെ വന്നിട്ടാണ് ഈ സെല്ലുലൈറ്റിസ് ഉണ്ടാക്കുന്നത്. നോൺ സെപ്പറേറ്റീവ് ആണ്, ഇൻവേസീവ് ആണ്. ഓക്കെ. പിന്നെ മെക്കാനിസം എന്ന് പറയുമ്പോൾ യൂഷ്വൽ തന്നെ, അതായത് ബാക്ടീരിയ ഇൻവേഡ് ചെയ്തിട്ട് ടോക്സിൻസ് റിലീസ് ചെയ്യും. അത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇതാക്കിയിട്ട് സൈറ്റോകൈൻസ് റിലീസ് ആവും സർക്കുലേഷനിൽ. അങ്ങനെ സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാവും. അതുവഴി നമുക്ക് ഫീവർ, ചിൽസ്, റൈഗേഴ്സ് ഉണ്ടാവും. അത് കൂടാതെ ലോക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻഫ്ലമേഷനും ഉണ്ടാവും, അതായത് റെഡ്നെസ്, സ്വെല്ലിംഗ്, പിന്നെ ചൊറിച്ചിലുണ്ടാവും. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, അവരുടെ സ്കിന്ന് ഭയങ്കര സ്ട്രെച്ച്ഡ് ആൻഡ് ഷൈനി ആയിരിക്കും, കാലൊക്കെ നല്ലോണം അങ്ങനെ സ്മൂത്ത് ഒക്കെ ആയിട്ടിരിക്കും. അതാണ് സെല്ലുലൈറ്റിസിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയണത്.
പിന്നെ അതായത് നമ്മളിപ്പോ എന്താ വെച്ചാൽ ഈ ബാക്ടീരിയ ടോക്സിൻസ് വന്നിട്ട് കുറെ എൻസൈംസ് ഒക്കെ റിലീസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ ഈ നമ്മൾ കുറെ നാൾ അത് നമ്മൾ അതിനെ എന്തെങ്കിലും അൺട്രീറ്റഡ് ആയിട്ട് വെച്ചാൽ എന്തുണ്ടാവും വെച്ചാൽ ഈ പ്രോട്ടീസസ് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അൾസറേഷൻ, അത് പിന്നെ ഇൻഫെക്റ്റീവ് ആയിട്ട് മാറാം, ഗാംഗ്രീനും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളത് ചെയ്യണം. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് കൺസർവേറ്റീവ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഉള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ, ബെഡ് റെസ്റ്റ് കൊടുക്കും. ഇപ്പൊ നമ്മൾ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത് ബെഡ് റെസ്റ്റ്, സിവിയർ ഒക്കെ ആണെങ്കിൽ ബെഡ് റെസ്റ്റ് പറയും. എന്നിട്ട് ലിംസ് എലവേറ്റ് ചെയ്യണം. അതെന്ന് പറയുമ്പോൾ എന്തിനാ വെച്ചാൽ എഡിമ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പാർട്ടിലുള്ള ഓസ്മോട്ടിക് എഫക്ട് കാരണമുള്ള എഡിമ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്ലിസറിൻ MgSO4 വെച്ചിട്ട് നമ്മൾ ഇതാക്കും, ചുറ്റി വെക്കും. അതും എന്തിനാണ്, എഡിമ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സൂപ്പർ ആഡഡ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സപ്പറേഷൻ ഒക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുക്കും. അപ്രോപ്രിയേറ്റ്ലി ആയിട്ട് ആന്റിബയോട്ടിക്സ് കൊടുക്കാം. പിന്നെ പറഞ്ഞല്ലോ നമുക്ക് ഒന്നുകിൽ ഓൾഡ് ആൻഡ് ഡെബിലിറ്റേറ്റഡ് ഡയബറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരിലാണ് അത് കൂടുതൽ കാണുന്നത്. അപ്പൊ നമ്മൾ ഇൻസുലിൻ കൊടുക്കണം. ഇൻസുലിൻ കൊടുത്തിട്ട് ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യണം. പിന്നെ ഈ സെല്ലുലൈറ്റിസ് വേണമെങ്കിൽ നമുക്ക് ഇതിലും പറയുന്നുണ്ട്, സ്നേക്ക് ബൈറ്റിലൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആന്റി സ്നേക്ക് വെനം കൊടുക്കണം നമ്മൾ. ഓക്കെ, ഇതിനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ സെല്ലുലൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഫെക്ഷൻ ഇല്ല, നോൺ സെപ്പറേറ്റീവ് ആയിട്ടുള്ള ഇൻവേസീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ് ടിഷ്യൂന്റെ. അത് സബ്ക്യൂട്ടിനസ്ലി സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് ഇൻവേസീവ് ആയിട്ട് നമ്മളിങ്ങനെ ലോവർ ലിംബ് മൊത്തത്തിൽ, അപ്പൊ ലിംബ് കോമൺ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഏരിയസ് എന്ന് പറയുമ്പോൾ ലിംസിലല്ല, ലോവർ ലിംസിലാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്പൊ അങ്ങനെ സ്പ്രെഡ് ആവും. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു ഡയബറ്റിസ് അല്ലെങ്കിൽ ഓൾഡ് ആൻഡ് ഡെബിലിറ്റേറ്റഡ് ആൾക്കാരിൽ ഇഞ്ചറി വന്നിട്ടാണ് വരുന്നത്. എന്നിട്ട് എന്തുണ്ടാവും, ഇത് ബി എഫക്റ്റഡ് ബൈ ബീറ്റ ഹിമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ അല്ലെങ്കിൽ സ്റ്റെഫൈലോകോക്കൈ അല്ലെങ്കിൽ ക്ലോസ്ട്രിഡിയം പെർഫറൻജൻസ്. ഈ ഏതെങ്കിലും ബാക്ടീരിയ വന്നിട്ട്, കോമൺലി ഇവരാണ് കേട്ടോ, ഇവർ വന്നിട്ട് എന്തുണ്ടാക്കും, ഇൻവേഡ് ചെയ്തിട്ട് ടോക്സിൻസ് റിലീസ് ആക്കിയിട്ട് നമ്മളൊരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാവും. അത് സിസ്റ്റമിക് ആയിട്ട് നമുക്ക് വരുന്നത് ഫീവർ, ചിൽസ്, റൈഗേഴ്സ് ഒക്കെയാണ്. ലോക്കൽ ആയിട്ട് നമുക്ക് ആ ഏരിയയിൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ റെഡ്നെസ്, സ്വെല്ലിംഗ്, ഇച്ചിങ് ഒക്കെ കാണാം. പിന്നെ ആ ഭാഗം സ്ട്രെച്ച്ഡ് ആൻഡ് ഷൈനി ആയിരിക്കും. ക്ലിനിക്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓർമ്മ ഉണ്ടാവും. പിന്നെ അത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് സപ്പറേറ്റ്, നമ്മൾ നോൺ സപ്പറേറ്റീവ് എന്നാ പറഞ്ഞത്. ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് സൂപ്പറായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് സപ്പറേഷൻ ഉണ്ടാവും, അൾസറേഷൻ ഉണ്ടാവും, ഗാംഗ്രീൻ ഒക്കെ ഉണ്ടാവും. ട്രീറ്റ്മെന്റ് കൺസേർട്ട്, ബെഡ് റെസ്റ്റ്, എലവേഷൻ ഓഫ് ഫ്ലെയിം, പിന്നെ എഡിമ പോയിന്റ് ഗ്ലിസറിൻ MgSO4 കൊടുക്കണം. പിന്നെ ആന്റിബയോട്ടിക്സ് കൊടുക്കണം. മീൻസ് അത് വെച്ച് നമ്മൾ ഇതാക്കണം, ലോക്കലായിട്ട് ഡ്രസ്സിങ് ചെയ്യണം. പിന്നെ ഡ്രസ്സിംഗ് ആണ് കേട്ടോ, ഗ്ലിസറിൻ MgSO4 ഡ്രസ്സിംഗ് ആണ്. പിന്നെ ആന്റിബയോട്ടിക്സ് കൊടുക്കണം. പിന്നെ ഡയബറ്റിക് ആണെങ്കിൽ ഇൻസുലിൻ കൊടുത്ത് കൺട്രോൾ ചെയ്യണം, ഡയബറ്റിസ് കൺട്രോൾ ചെയ്യണം. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്, ഗ്യാസ് ഗാംഗ്രീൻ ആണ്. ഗ്യാസ് ഗാംഗ്രീൻ നമുക്കറിയാലോ എന്താ കോസ് ചെയ്യണത്, ക്ലോസ്ട്രിഡിയം പെർഫറൻജൻസ് ആണ് കോസ് ചെയ്യണത്. ക്ലോസ്ട്രിഡിയം പെർഫറൻജൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഹലോ കേൾക്കുന്നില്ലേ? അനേറോബിക് ബാക്ടീരിയ, ഗ്യാസ് ഫോമിംഗ്. അതന്നെ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള അനേറോബിക് സ്പോർ ഫോമിംഗ് ബാസിലയാണ്. അപ്പൊ ഇതിലെന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്, ഇതിപ്പോ നമ്മളെ എന്തിലൊക്കെ ഉണ്ടാവും, നമ്മളെ നോർമൽ ഇൻഡസ്റ്റൈനിൽ കാണാം, മണ്ണിലൊക്കെ സോയിലൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു ട്രോമ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ വല്ല ഇപ്പോൾ മിലിറ്ററിയിലുള്ള ആൾക്കാരിലും ട്രോമ അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടൊക്കെയാണ് പറയുന്നത്. ഈ മിലിറ്ററിയിൽ എന്നൊക്കെ പറയുമ്പോൾ ഹൈ വെലോസിറ്റി വല്ല ബുള്ളറ്റ്സോ അല്ലെങ്കിൽ മിസൈൽസ് അങ്ങനത്തെ എല്ലാം വരുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ നമ്മൾ ഒരു ഡീപ്പായിട്ടുള്ള അവിടെ ടിഷ്യൂ, എന്താ ലോക്കൽ ടിഷ്യൂ ഡെത്ത് ഉണ്ടാവും. പിന്നെ വൂണ്ട് ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. ഈ ബാക്ടീരിയ നമുക്കറിയാം അനറോബിക് ആയതുകൊണ്ട് ഒരു അനറോബിക് എൻവയൺമെന്റ് വേണം എന്ത് ഇതാക്കാൻ, അവർക്ക് പ്രോളിഫറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഡെഡ് ആൻഡ് ഡെബിലിറ്റഡ് ടിഷ്യൂസ്, ഡെഡ് ആൻഡ് ഡിവൈറ്റ്ലെസ് ടിഷ്യൂലാണ് മെയിൻ ആയിട്ട് ഇത് കാണുന്നത്. അപ്പൊ ട്രോമ, പോസ്റ്റ് ഓപ്പറേറ്റ് അങ്ങനെ ഇതിലൊക്കെയാണ് കാണുന്നത്. സപ്പോസ് ഇപ്പൊ നമ്മൾ ക്രഷ് ഇഞ്ചറീസ് കാരണം അനോക്സിയ ഉണ്ടായി, ആർട്ടറീസിന്റെ ക്രഷിങ് കാരണം അനോക്സിയ ഉണ്ടായി, പിന്നെ ബ്ലഡ് ക്ലോത്ത്സില് അവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇതാണെങ്കിലും ഇമ്മ്യൂണോ കോംപ്രമൈസ്, ഡയബറ്റിസ് മെലിറ്റസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ മെലിഗ്നൻസി ഉള്ള ആൾക്കാരിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് എഫക്റ്റഡ് ആവാൻ വരും. പിന്നെ പെത്തോജനസിസും ഏകദേശം മറ്റേതുപോലെ തന്നെ പറയണത്, പക്ഷെ ഇത് അനറോബിക് അല്ല. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ബ്രോക്കൻ സ്കിൻ, ഇപ്പൊ ഈ ഏതെങ്കിലും ഇഞ്ചറി വന്നിട്ട് അവിടെ കയറും. അവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ലോക്കൽ നെക്രോസിസ് വന്ന ഏതെങ്കിലും ടിഷ്യൂലായിരിക്കും കയറുന്നത്. അവിടെ എന്ത് ചെയ്യും, അവര് മൾട്ടിപ്ലൈ ചെയ്യും, സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവര് അനറോബിക് ടിഷ്യൂല് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബാക്ടീരിയ ഫെർമെന്റ്, അനറോബിക് അല്ല, അനറോബിക് ആയിട്ട് അനറോബിക് ഇത് നടത്തിയിട്ട് പിന്നെ ഇതാക്കും, ടോക്സിൻസ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇവർ ടോക്സിൻസും എൻസൈംസ് ഒക്കെ റിലീസ് ആക്കും. ആ റിലീസ് ചെയ്ത എൻസൈംസ് അവിടുത്തെ ലോക്കൽ ടിഷ്യൂവിനെ
ഡാമേജ് ചെയ്യും. അതായത് അവിടെ ആ ലോക്കൽ ടിഷ്യൂനെ കില്ല് ചെയ്യും. അപ്പോൾ പിന്നെയും അവർ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അവിടെ ഒരു അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ എൻസൈമാറ്റിക് ആക്ഷൻ വന്നിട്ട് ടിഷ്യൂ ഡെത്ത് ഒക്കെ ഉണ്ടായിട്ട് ഗ്യാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു കുറെ ടോക്സിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓരോന്നിനും ഓരോ എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ നെക്രോസിസ്, ഹീമോലൈസിസ്, പിന്നെ കൊളാജൻ ഫൈബേഴ്സിന്റെ ബ്രേക്ക് ഡൗൺ, അങ്ങനെ ഓരോന്ന് വന്നിട്ട് മൊത്തത്തിൽ അപ്പോൾ ടിഷ്യൂ ഒരു എഫക്ട് ചെയ്യുന്ന ടിഷ്യൂ ഡെഡ് ആവും, പിന്നെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഇതിന്റെ ഇൻഫെക്ഷൻ. അപ്പൊ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താ നമ്മൾ പറയണത്, പെയിൻ ഉണ്ടാവും, ആ ലോക്കൽ ഏരിയയിൽ പെയിൻ ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ട്, അപ്പൊ എന്തുണ്ടാവും, ക്രെപ്പിറ്റസ് ഉണ്ട്, ക്രെപ്പിറ്റൻ ടിഷ്യൂ ആയിരിക്കും. പിന്നെ എന്താ എഡിമ ഉണ്ടാവും. പിന്നെ ഓക്സിജൻ സപ്ലൈ കുറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഡെത്ത് ഉണ്ടാക്കുന്നു. ഓൾറെഡി ഡെഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇവര് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇറ്റ് സ്പ്രെഡ്, അപ്പൊ ഗാംഗ്രീൻ ഉണ്ടാക്കും. ഇതൊക്കെ മെയിൻ ആയിട്ട് ഈ കൊളാജനേസ്, ഹയാലുറോണോഡീസ് ആ എൻസൈംസ് ഒക്കെ റിലീസ് ആവുന്നതുകൊണ്ടാണ്. പിന്നെ എക്സുഡേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എക്സുഡേറ്റ് എന്ന് പറയുന്നത് തിൻ ബ്രൗണും സ്വീറ്റ് സ്മെല്ലിംഗ് ആണ്. അത് ഞാൻ 2-3 സ്ഥലത്ത് കണ്ടു, അതുകൊണ്ട് ഞാൻ തിൻ ബ്രൗൺ ആൻഡ് സ്വീറ്റ് സ്മെല്ലിംഗ് ആണ്. ഓക്കെ, ഇതും നമ്മൾ അൺട്രീറ്റഡ് ആവുകയാണെങ്കിൽ സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എന്നിട്ട് കൊളാപ്സ് ആയിട്ട് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മെയിൻ ആയിട്ട്. പിന്നെ പ്രൊഫൈലാക്സിസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഏതെങ്കിലും ഇഞ്ചറി ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വല്ല റോഡ് ട്രാഫിക് ആക്സിഡന്റിൽ ഭയങ്കരമായിട്ട് ഇഞ്ചറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഫൈലാക്സിസ് ആയിട്ട് ആന്റിബയോട്ടിക്സ് കൊടുക്കണം. മെയിൻലി പെൻസിലാണ് കൊടുക്കുന്നത് 10 to 20, അതായത് ഈ ഗ്യാസ് ഗാംഗ്രീൻ ഉണ്ടാവാന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുക്കണം. ആദ്യം പെൻസിലിൻ 10 to 20 ലാക്ക് യൂണിറ്റ്സ് ഒരു 6 hourly 7 days കൊടുക്കണം. പിന്നെ ലോക്കൽ ടിഷ്യൂസ് ഡിബ്രൈഡ് ചെയ്യണം. അതായത് അവിടെ ഇഞ്ചറി പറ്റിയ സ്ഥലത്ത് ഡെഡ് നെക്രോട്ടിക് ടിഷ്യൂ അല്ലെങ്കിൽ ബോൺ പീസസ് അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. പസ് ഉണ്ടെങ്കിൽ പസ് ഇവാക്യുവേറ്റ് ചെയ്യണം. എന്നിട്ട് ആന്റിസെപ്റ്റിക് ഒക്കെ വെച്ചിട്ട് വൂണ്ട് തറോലി ക്ലീൻ ചെയ്യണം. ആന്റിബയോട്ടിക്സ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതാണ് പ്രൊഫൈലാക്സിസ്, അതായത് നമ്മൾ ഗ്യാസ് ഗാംഗ്രീൻ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇൻ കേസ് ഗ്യാസ് ഗാംഗ്രീൻ എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ പിന്നെ നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയി, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അപ്പൊ നമ്മൾ പറഞ്ഞില്ല മറ്റേ ഷോക്ക്, കൊളാപ്സ്, ഓർഗാൻ ഫെയിലിയർ ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യം കൊളാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പോടെൻഷൻ, ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണം. പിന്നെ ലാർജ് ഡോസസ് ഓഫ് IV പെൻസിലിൻ കൊടുക്കണം. പിന്നെ വേറെ എന്താ പറയുമ്പോൾ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി കൊടുക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എന്താണ് കോൺട്രവേഴ്ഷ്യൽ എന്ന് പറയുന്നത്, അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ബെയിലിനൊന്നും അത് കൊടുത്തിട്ടില്ല, അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. ലാർജ് ഡോസ് ഓഫ് IV പെൻസിലിനും പിന്നെ അഗ്രസീവ് ഡിബ്രൈഡ്മെന്റ്, അതായത് ലൈഫ് സേവ് ചെയ്യാനായിട്ട് ആംബ്യൂട്ടേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ആംബ്യൂട്ടേഷനിൽ ഹെസിറ്റേറ്റ് ചെയ്യരുത്. അത് സ്പ്രെഡ് ആവുകയാണ്, ഇറ്റ് വിൽ കോസ് ദ ഡെത്ത് ഓഫ് ദ പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ആംബ്യൂട്ടേറ്റ് ചെയ്യണം. വി ഷുഡ് നോട്ട് ഹെസിറ്റേറ്റ് ഫ്രം ആംബ്യൂട്ടേഷൻ. ഇതാണ് ഗ്യാസ് ഗാംഗ്രീൻ ഉള്ളത്. ഒന്നുകൂടി പറയാം. ഗ്യാസ് ഗാംഗ്രീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോസറ്റീവ് ഓർഗാനിസം, ക്ലോസ്ട്രിഡിയം പെർഫറൻസിൻസ് ആണ്. പിന്നെ നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഇഞ്ചറി വന്നിട്ട് ഇപ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡൻസിലൊക്കെ നമ്മൾ മൈക്രോബയോളജിയിൽ പഠിച്ചിട്ടില്ല, ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മിലിറ്ററി എന്തെങ്കിലും ട്രോമ, പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്തെങ്കിലും തരത്തിലുള്ള ട്രോമ വന്നാൽ ആ മറ്റേ ഡെഡ് ആൻഡ് ഡിവൈറ്റലൈസ്ഡ് ടിഷ്യൂല് ഇത് വന്ന് മൾട്ടിപ്ലൈ ചെയ്യും. കോമൺ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്, ഡയബറ്റിസ് മെൽറ്റസിലൊക്കെ ഉള്ള ആൾക്കാരിലൊക്കെ കാണാം. പെത്തോജനിസിസ് പറഞ്ഞ പോലെ തന്നെ ഇവരെന്ത് ടോക്സിൻസ് അഫക്റ്റഡ് ആയിട്ട് ടിഷ്യൂല് ടോക്സിൻസ് റിലീസ് ചെയ്യും. എന്നിട്ട് എൻസൈംസ് ഒക്കെ റിലീസ് ചെയ്ത് മൊത്തം സറൗണ്ടിങ് ടിഷ്യൂസിന്റെ ഡെത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യും. പിന്നെ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്, നൈട്രജൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ പറയുന്നത് എന്താ, പെയിൻ, ക്രെപ്പിറ്റസ് ഉണ്ട്. ക്രെപ്പിറ്റസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ്. പിന്നെ എഡിമ ഗാംഗ്രീൻ വരും. ഈ എഡിമ ഗാംഗ്രീൻ ഒക്കെ വരാൻ കാരണം ഇതൊക്കെ തന്നെ, നമ്മൾ ഈ എൻസൈംസും പ്രോട്ടീൻസും ഒക്കെ റിലീസ് ചെയ്യുന്ന കാര്യം. പിന്നെ എക്സുഡേറ്റ് എന്ന് പറയുമ്പോൾ തിൻ ആയിരിക്കും, ബ്രൗൺ ആയിരിക്കും, ഈ സ്വീറ്റ് സ്മെല്ലിംഗ് ആയിരിക്കും. പിന്നെ ഇഫ് ലെഫ്റ്റ് അൺട്രീറ്റഡ് എന്താവാം, അത് സ്പ്രെഡ് ആയി സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, കൊളാപ്സ്, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഇതിനെ പ്രൊഫൈലാക്സ് ആയിട്ട്, അത് ഏതെങ്കിലും ഇഞ്ചറി വന്നാൽ ഗ്യാസ് ഗാംഗ്രീൻ വരാണ്ടിരിക്കാൻ നമ്മൾ നോക്കണം. അതിന് നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ട് ലോക്കൽ ആ ടിഷ്യൂസിനൊക്കെ ഡിബ്രൈഡ് ചെയ്യണം. പെൻസിലിൻ ആണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ ആ സിസ്റ്റമിക് കോംപ്ലിക്കേഷൻ, കൊളാപ്സിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആന്റിബയോട്ടിക്സും കൊടുക്കണം. ലാർജ് ഡോസസ് ഓഫ് IV പെൻസിലിൻ ആണ് കൊടുക്കുന്നത്. പിന്നെ ആംബ്യൂട്ടേഷൻ റിക്വയർഡ്, അതായത് അഗ്രസീവ് ആയിട്ടുള്ള ഡിബ്രൈഡ്മെന്റ് ആണ്. ഇഫ് യു റിക്വയർ ആംബ്യൂട്ടേഷൻ അതും ചെയ്യണം. ഇതാണ് ഗ്യാസ് ഗാംഗ്രീൻ. കഴിഞ്ഞു. ഇനി ഒന്നും റിപ്പീറ്റ് ചെയ്യണം ഉണ്ടല്ലോ. ഹലോ,
കഴിഞ്ഞു. Okay, thank you.